ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അരിത്തമെന്റ് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും എന്ന് പറയുന്ന ഭാഗത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാവേ. ആദ്യം ഞാനിവിടെ കുറച്ച് ഒരു അരിത്തമെന്റ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയായിട്ടുള്ള സംഖ്യകൾ എഴുതാൻ പോകണേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇവിടെ ഞാനൊരു സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഇവിടെ ഇതിന് x1 ഇത് x2 x3 എന്ന് കൊടുത്തു. ദെൻ ഇവിടെ x4, നെക്സ്റ്റ് അടുത്ത് എത്രയായിരിക്കും, x5 ആയിരിക്കും അല്ലേ. അപ്പോൾ മക്കളെ, ഇവിടെ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒന്നാമത് കിടക്കുന്ന ആളെ നമുക്ക് പറയുന്ന പേര് x1 എന്ന് വെച്ചാൽ എന്താണ്, x1 പറയാം, എഫ് പറയാം, അതേപോലെ എ എന്നൊക്കെ പറയാം അല്ലേ. ആദ്യ പദം അല്ലെങ്കിൽ ആദ്യ പദം ഫസ്റ്റ് ടേം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ആളാണ് ഈ ആദ്യം കിടക്കുന്ന ആള് എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ബാക്കി വരുന്നതൊക്കെ ടേംസ് തന്നെയാണ്. അതിന് ഓരോ സ്ഥാനങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഓരോ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. 10 എന്ന് പറയുന്ന രണ്ടാമത് കിടക്കുന്നതാണ്. ഇനി മൂന്നാമതാണ് 15 കിടക്കുന്നത്, നാലാമതാണ് 20 കിടക്കുന്നത്, അഞ്ചാമതാണ് ഏത് കിടക്കുന്നത്, 25 കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുന്നത്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക അല്ലേ. എങ്ങനെ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റുന്നത്? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ x2 മൈനസ് x1 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും മക്കളെ പറഞ്ഞാൽ 10 - 5 10 - 5 എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. അപ്പോൾ x1-ൽ നിന്ന് ഒരു പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ നമുക്ക് 10 x2 എന്ന് കിട്ടും. അതിനോട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, x3 എന്ന് കിട്ടും കേട്ടോ. ഇനി ഞാൻ x6 ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, x6 ഞാനിവിടെ എഴുതിയിട്ടില്ലേ. ദെൻ x7 എന്ന് പറയുന്നത് ഞാൻ 35 ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങളോട് ഞാൻ പറയാണ് x6 കണ്ടുപിടിക്കുക. മക്കളെ എങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഒന്നെങ്കിൽ x5-ൽ നിന്ന് ഒരു പ്രാവശ്യം ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x6 കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞ x5 എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ്. ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, എത്രയാണ്, 5 ആണ്. അപ്പോൾ ഇവിടെ എത്ര ആൻസർ വരുന്നത്, 30 എന്ന് വരും അല്ലേ. ഇനി നേരെ തിരിച്ച് ഇങ്ങോട്ട് കണക്കാക്കാം. എങ്ങനെയാണ്, x6 ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. x7 എത്രയാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് 5 മൈനസ് ചെയ്യുക, 5 അല്ല ഒരു ഡി മൈനസ് ചെയ്യുക. 5 എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. x7 എന്ന് പറയുന്നത് എത്രയാണ്, 35 ആണ്. അതിൽ നിന്ന് ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, എത്രയാണ്, 5 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 30 എന്ന് കിട്ടും. ശരിയാണോ? അപ്പോൾ ഇതും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം അല്ലേ. മുന്നോട്ട് കൂട്ടുകയും ചെയ്യാം, പുറകോട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാവേ. ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. ഓക്കെ, ഇവിടെ ഞാൻ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, x1 കണ്ടുപിടിക്കാം. x1 ഞാനിവിടെ കൊടുത്തിട്ടില്ല, x2 കൊടുത്തിട്ടുണ്ട്, 3 ഉണ്ട്, ദെൻ 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ x1 ആണ് എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക മക്കളെ? x1 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഡി കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ നമുക്ക് ഡി കിട്ടും അല്ലേ. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ടേം കൊടുത്തിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറച്ചാലും കിട്ടൂലേ. അപ്പോൾ എങ്ങനെ വരുന്നത്, 6 മൈനസ് എത്ര വരും, 6 - 4 = എത്രയാണ്, 2 എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ x1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം ഡി കുറച്ചാൽ മതി. ഒരു പ്രാവശ്യം കുറയ്ക്കാനുള്ള കാരണം എന്താണ്, x2-ൽ നിന്ന് ഒരാൾ അകലത്തിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ x1 കിടക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര കുറച്ചാൽ മതി, ഒരു ഡി കുറച്ചാൽ മതി. മക്കളെ x2 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അപ്പം 4 - 2 എന്ന് വരും അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്, 2 എന്ന് ഇവിടെ ആൻസർ കിട്ടും. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ വരുന്നത്, ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഒരു വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദിസ് നമ്പേഴ്സ്. അവിടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വട്ടം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കിൾ കേട്ടോ. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. സിമ്പിളാണ്. ഫസ്റ്റ് വേണം നോക്കിക്കുക മക്കളെ, എത്രയൊക്കെയാണ് കൊടുത്തേക്കുന്നത്, ഒരു 24 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യാവേ.
ആ 24 പിന്നെ നെക്സ്റ്റ് അടുത്ത് എത്രയാണ് 42. then അടുത്തത് 2 വട്ടമാണ്, അവിടെ എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ആദ്യം ഡി കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഡി കണ്ടുപിടിക്കാൻ പറ്റുമോ മക്കളെ? ഇത് x1 ആണ്, ഇത് എത്രയാണ് x2 ആണ്, നെക്സ്റ്റ് അടുത്ത് എത്രയാണ് x3 ആണ്, നെക്സ്റ്റ് അടുത്ത് എത്രയാണ് x4 ആണ്. ഇവിടെ ഡി കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തേ പറ്റൂലേ, കാരണം x2 അവിടെ കിടപ്പുണ്ട്, x1 കിടപ്പുണ്ട്, അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ അവിടെ കിടപ്പില്ലേ. സോ ഡി കണ്ടുപിടിക്കാൻ പറ്റൂലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ടും കൂടെ അങ്ങോട്ട് കുറച്ചാൽ മതി, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഡി ഒക്കെ ഡയറക്റ്റ് കണ്ടുപിടിക്കാവേ. 42 മൈനസ് എത്രയാണ് 24. സോ ആൻസർ എത്ര വരും? 18 എന്ന് ആൻസർ വരും കേട്ടോ. 42നോട് 24 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 18 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് x3 കണ്ടുപിടിക്കണം. അതേപോലെ എത്ര കണ്ടുപിടിക്കുന്നത്? x4 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? x3 കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാൻ പോവുകയാണ് മിസ്സേ. x3 ഈസ് ഈക്വൽ ടു x2 എത്രയാണെന്ന് അറിയാം 42. അപ്പോൾ 42 പ്ലസ് പിന്നെ ഡി എത്രയാണ് 18 ആണ്. അപ്പോൾ മുന്നോട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ 42നോട് 18 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 60 ആണ് അല്ലേ. അപ്പോൾ x3 എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 60 എന്ന് വരും. നെക്സ്റ്റ് അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? x4 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 60 പ്ലസ് 18. വീണ്ടും എന്ത് ചെയ്യണം? 60ന് x3 എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 60 എന്നവിടെ കിട്ടിയിട്ടുണ്ട്. 60നോട് വീണ്ടും പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡി ആയ എത്ര കൂട്ടണം? 18 കൂട്ടുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എത്ര കിട്ടുന്നത്? 78 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 78 എന്നാണ് അവിടെ ആൻസർ വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം എന്ത് ചെയ്തിട്ടില്ല? ഒരു സംഖ്യകളും കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് അടുത്ത് എത്രയാണ്? 24 ഉണ്ട്, 42 ഉണ്ട്. നെക്സ്റ്റ് അടുത്ത സംഖ്യ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ. ഇത് ഫസ്റ്റ് ഉണ്ട് ഏതാണ്? ഇത് x1 ആണ്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? x2 ആണ്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? x3 ആണ്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? x4 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ, x2 ഉണ്ട്, അതേപോലെ ഏതാണ് x3 അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്തടുത്ത് രണ്ട് പേരിലുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡി കണ്ടുപിടിക്കാം അല്ലേ. ഡി ഞാൻ അവിടെ താഴെ എഴുതാൻ പോണേ. ഡി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x3യിൽ നിന്ന് x2 കുറച്ചാൽ പോരെ. അപ്പോൾ 42 മൈനസ് എത്ര വരും? 18 ഈസ് ഈക്വൽ ടു എത്ര? 18 അല്ല 24 കേട്ടോ. 42 മൈനസ് എത്രയാണ്? 24. സോ ആൻസർ എത്ര വരുന്നത്? 18 എന്ന് വരും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് x1 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, x1 ഈസ് ഈക്വൽ ടു x2ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ബാക്കോട്ടാണ്. x2ൽ നിന്ന് ബാക്കോട്ട് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. മുന്നോട്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ x2ൽ നിന്ന് മൈനസ് ഡി. ഒരു പ്രാവശ്യം ഡി കുറച്ചാൽ പോരെ. x2ൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ആളല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ഡി കുറയ്ക്കുക അല്ലേ. അപ്പോൾ x2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? x2 എന്ന് പറയുന്നത് 24 ആണ്. 24 മൈനസ് എത്ര വരും? 18 എന്ന് വരും. ഓക്കെ, അപ്പോൾ 24 മൈനസ് 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഏതാ കണ്ടുപിടിക്കേണ്ടത്? x4 ആണ് അല്ലേ. x എത്ര കണ്ടുപിടിക്കുന്നത്? 4 ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x3നോട് എത്ര ആഡ് ചെയ്യാൻ വേണ്ടത്? പ്ലസ് 18 അല്ലേ. മുന്നോട്ടായതുകൊണ്ട് പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലസ് 18 അല്ലേ. പ്ലസ് ഡി എന്ന് എഴുതിയാൽ മതി. ഒരു ഡി അല്ലേ കൂട്ടേണ്ടത്. അപ്പോൾ ഡി എന്ന് എഴുതാം കേട്ടോ. 18 അടുത്ത സെക്ഷനിൽ എഴുതാം. x3 എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. 42 പ്ലസ് എത്ര വരും? 18. അപ്പോൾ ആൻസർ എത്ര വരിക? 60 എന്ന് കിട്ടും അല്ലേ. അപ്പം ആദ്യം ഇവിടെ x1 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയേക്കാം. ഇവിടെ എഴുതാം കേട്ടോ. x1 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഇനി x4 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം കേട്ടോ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റിന് ഇവിടെ കൊടുത്തേക്കുന്ന പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ 2 പേരെ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് 2 പേരെയാണ് 24ഉം 42ഉമായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ x1 നമുക്കറിയത്തില്ല, x2 നമുക്കറിയത്തില്ല, x3 നമുക്കറിയാം, x4 നമുക്കറിയാം അല്ലേ. മക്കൾ ഇതിൽ നിന്ന് ഡി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? അടുത്തടുത്തുള്ള 2 പേരെ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ x4ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? x3 മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 42 മൈനസ് 24 ആൻസർ എത്ര തന്നെ കിട്ടുന്നത്? 18 എന്ന് തന്നെ കിട്ടും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താ ചെയ്യേണ്ടത്? അടുത്ത് നമുക്ക് x2 കണ്ടുപിടിക്കണം. x2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. x3യിൽ നിന്ന് ഒരു പ്രാവശ്യം ഡി കുറച്ചാൽ മതി. തൊട്ടടുത്ത് കിടക്കുന്ന ആളല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? ഡി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് x2 കിട്ടും. അപ്പോൾ x3 എന്ന് പറയുന്നത് എത്രയാ? x3 എന്ന് പറയുന്നത് 24 ആണ്. 24 മൈനസ് എത്ര വരും? 24 മൈനസ് ഡി വേണ്ട അല്ലേ. 24 മൈനസ് നമ്മുടെ ഡി എത്രയാണ്? 18 അല്ലേ. അപ്പോൾ 24 മൈനസ് എത്ര കൊടുത്താൽ മതി? 18 കൊടുത്താൽ മതി. അപ്പോൾ 24 മൈനസ് 18 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? x1 ആണ് അല്ലേ.
അടുത്തത് x1 കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ, x2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? x2 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി അല്ലേ? x2 എത്രയാണ്? 6 ആണ്. x2 ഇവിടെ നമുക്ക് 6 എന്ന് എഴുതാം കേട്ടോ. x2 6 ആണ് കേട്ടോ. ഇനി x1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x2ൽ നിന്ന് ഒരു പ്രാവശ്യം അങ്ങോട്ട് ഡി കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ x2 എത്രയാന്ന് പറഞ്ഞ മക്കളെ? 6 ആണ്. 6 മൈനസ് 18 എന്ന് വരും അല്ലേ? അപ്പം 18ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 12 ആണ്. 18ന് മൈനസ് ആയതുകൊണ്ട് വലിയ സംഖ്യ 18 ആണ്. 18ന് മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു മൈനസ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പം മൈനസ് എത്ര കിട്ടുന്നത്? 12. അപ്പോൾ x1 എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 12 ആയിരിക്കും x1 എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റിൻ എന്താ നോക്കിക്കേ, 4ാമത്തതാണ് അല്ലേ? 24 കഴിഞ്ഞിട്ട് നമ്പർ ഇല്ല, പിന്നെ 42, പിന്നെ നമ്പർ ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ചെയ്യാം. 24, ദെൻ നമ്പർ ഇല്ല, ദെൻ 42, ദെൻ അടുത്ത എത്രയാണ്? നമ്പർ ഇല്ല. ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പം ഇത് മുതൽ ശ്രദ്ധിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അടുത്തടുത്ത് നമ്പർ ഉണ്ടായപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോവായിരുന്നു അല്ലേ? ഇനി ഇവിടെ അടുത്തടുത്ത് നമ്പർ ഇല്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് ആദ്യം x1 x2 എന്ന് കൊടുക്കാം. x1 ഇത് x2 ആണ്, ദെൻ ഇതെന്താണ്? x3 ആണ്. നെക്സ്റ്റ് അടുത്ത് എത്രയാണ്? x4 ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് അടുത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പം നമുക്ക് x3യും x1ഉം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 3യും തന്നിട്ടുണ്ട്, അതേപോലെ ആരും തന്നിട്ടുണ്ട്? 1നെയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണേ. x3യിൽ നിന്ന് x1 കുറച്ചാൽ, ഓക്കെ, x3 നമുക്ക് തന്നിട്ടുണ്ട് x1. അപ്പോൾ x3യിൽ നിന്ന് ഒരു ഡി കുറച്ചാൽ x2 കിട്ടും. അതിൽ നിന്ന് ഒരു ഡിയും കൂടെ കുറച്ചാലായി നമുക്ക് ആരെ കിട്ടുള്ളൂ? x1 കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഡി ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ, 2 ഡി ഉണ്ട്. അപ്പോൾ x3യിൽ നിന്ന് x1 കുറച്ചാൽ നമുക്ക് 2 ഡി എന്ന് കിട്ടണം. 2 ഡി എന്നല്ല, ഇവിടെ ഡിക്ക് ഒരു സംഖ്യ ഉണ്ട്. ആ സംഖ്യനെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ, അല്ലെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത് കിട്ടണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ x3 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 42 ആണ്. അപ്പോൾ 42 അല്ലെങ്കിൽ 42 മൈനസ് x1 എന്ന് പറയുന്നത് എത്രയാണ്? 24. ഇനി ഒന്നും ചെയ്യേണ്ട, 2d അതുപോലെ ഇറക്കി എഴുതുക, കാരണം നമുക്കിവിടെ ഡി എത്രയാണെന്ന് അറിയില്ല. ഇനി നമുക്ക് നോക്കിക്കേ, 42നോട് 24 കുറച്ചാൽ എത്രയായിരുന്നു? 18 ആയിരുന്നു. 18 ഈസിക്വൽ എത്രയാണ്? 2d ആണ്. അപ്പം ഡി ഈസിക്വൽ എത്ര വരും എന്ന് പറഞ്ഞു മക്കളെ? 18 ബൈ എത്രയാണ്? ഇവിടെ എത്ര കിടക്കുന്നത്? 2. അപ്പോൾ 18 ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഇനി നമുക്ക് ഡി ഇവിടെ കിട്ടിയില്ലേ? ഇനി സിമ്പിളായി. ഇനി എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് x2 കാണാം. x2 കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? x1 ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, അതിനോട് എത്ര കൂട്ടിയാൽ മതി? ഒരു പ്രാവശ്യം ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x2 കിട്ടും അല്ലേ? അപ്പോൾ x1 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 24 ആണ്. 24 പ്ലസ് എത്ര ചെയ്യേണ്ടത്? 9 ചെയ്താൽ മതി. അപ്പോൾ 24 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 33 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്ക് x4 കാണണം അല്ലേ? സിമ്പിളായിട്ട് കാണാമല്ലോ. x4 ഈസ് ഈക്വൽ ടു x3 അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനോട് എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. x3 എന്ന് പറയുന്നത് എത്രയാണ്? 42 പ്ലസ് ഡി എന്ന് പറയുന്നത് കണ്ടുവച്ചിട്ടുണ്ട് 9 ആണ്. 42നോട് 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 51 എന്ന് കിട്ടും. റെഡിയാണോ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 5ാമത്തത്. ആദ്യം തന്നിട്ടില്ല, പിന്നെ 24 തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടില്ല, പിന്നെ 42 തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? സംഖ്യ തന്നിട്ടില്ല. പിന്നെ 24 തന്നിട്ടുണ്ട്, ദെൻ പിന്നെ സംഖ്യ തന്നിട്ടില്ല, ദെൻ 42 തന്നിട്ടുണ്ട്. ഇവിടെ അടുത്തടുത്ത് സംഖ്യകളുണ്ടോ? ഇല്ല. പക്ഷെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇതിനാദ്യം നമ്പർ കൊടുക്കുക കേട്ടോ. x1, പിന്നെന്താണ്? x2, ദെൻ x3, ദെൻ എത്രയാണ്? x4 എന്ന് കൊടുക്കാം. റെഡിയാണോ? ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? x4ൽ നിന്ന് x2 ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര ഡി കിട്ടണം? 2d കിട്ടണം. ശരിയല്ലേ? x4ൽ നിന്ന് ഒരു പ്രാവശ്യം ഡി കുറച്ച് കഴിഞ്ഞാൽ x3 കിട്ടും അല്ലേ? 3ാമത്തെ ടേം കിട്ടും. അതിനോട് ഒരു പ്രാവശ്യം കൂടെ ഡി കുറച്ച് കഴിഞ്ഞാൽ x2 അല്ലെങ്കിൽ 2ാമത്തെ ടേം കിട്ടും. മക്കളെ x4 എന്ന് പറയുന്നത് എത്രയാണ്? 42 മൈനസ് x2 എന്ന് പറയുന്നത് എത്രയാണ്? 24 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2d ആണ്. ഡി നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ 18 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2d എന്ന് വരും. ഡി ദെർഫോർ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? 18 ബൈ 2 എത്രയാണ്? 9 എന്ന് വരും അല്ലേ? അപ്പോൾ നോക്കിയ മക്കളെ, ഇവിടെ 9 എന്ന് നമുക്ക് കിട്ടിയേ.
ഇനി നമുക്ക് x1 കണ്ടുപിടിക്കണം അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? x1 ഈസ് ഈക്വൽ ടു x2 തന്നിട്ടില്ലേ? അപ്പോൾ x2ൽ നിന്ന് പുറകോട്ടാണ് x1 അല്ലേ? അപ്പോൾ ഇവിടെ മുന്നോട്ട് കൂട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറകോട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാണ് വേണ്ടത്. x2ൽ നിന്ന് നമ്മൾ d അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ x2 എന്ന് പറയുന്നത് എത്രയാണ്? 24 മൈനസ് d എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ 24ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 15 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് x3 കണ്ടുപിടിക്കണം. സിമ്പിളല്ലേ? x3 നമുക്ക് x2 തന്നിട്ടുള്ളത് കൊണ്ട് തൊട്ട് മുന്നേ സംഖ്യ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ x2 തന്നിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? അതിനോട് 9 അങ്ങോട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പം x2 പ്ലസ് എത്ര വരും? പ്ലസ് ഒരു d ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതിയല്ലോ, തൊട്ട് മുന്നേ അല്ലേ? അപ്പോൾ x2 എന്ന് പറയുന്നത് 24 ആണ്. 24 പ്ലസ് d എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? 15 33 കേട്ടോ. 42 അല്ല 33 കേട്ടോ. ഓക്കെ, റെഡിയാണോ? അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞേ. ഈ സീക്വൻസ് x1 എന്ന് പറയുന്നത് എത്ര വരും? 15 അല്ലേ? ഇവിടെ 15 എന്ന് വരും. ദെൻ ഇവിടെ x3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈം എത്രയായിരിക്കും? 33, അല്ലെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 33 ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ 24 കഴിഞ്ഞിട്ട് 2 പേര് അവിടെ കിടപ്പില്ല അല്ലേ? പിന്നെ 42. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, 24 ആണ് ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത്. ദെൻ അവിടെ 2 പേര് കിടപ്പില്ല. അടുത്ത എത്രയാണ്? 42 ആണ്. അപ്പോൾ ആദ്യം പേര് കൊടുക്കാം. x1, x2, ദെൻ x3, ദെൻ അടുത്ത എത്രയാണ്? x4 എന്ന് പേര് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ x4 മൈനസ് x1 അല്ലേ? നമ്പേഴ്സുള്ള സംഖ്യകൾ അവർ രണ്ടുപേരല്ലേ? അപ്പോൾ x4 മൈനസ് ഞാൻ x1 എന്ന് എഴുതി. ഇനി x4ൽ നിന്ന് എത്ര പ്രാവശ്യം d കുറയ്ക്കണമെന്ന് കണ്ടുപിടിക്കണം അല്ലേ? d 1, പിന്നെ 2, 3. x4ൽ നിന്ന് 3 പ്രാവശ്യം d കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 3d എന്ന് എഴുതാം അല്ലേ? എന്താ എഴുതേണ്ടത്? 3d. അപ്പോൾ x4 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 42 ആണ്. 42 മൈനസ് x1 എന്ന് പറയുന്നത് എത്രയാണ്? 24 ഈസ് ഈക്വൽ ടു 3d ആണ് അല്ലേ? 42നോട് 24 കുറച്ച് എത്രയാണ്? 18 ഈസ് ഈക്വൽ ടു എത്ര വരും? 3d എന്ന് വരും. ദെൻ d കണ്ടുപിടിക്കാൻ എന്താണ്? d ഈസ് ഈക്വൽ ടു 18 ബൈ എത്ര വരും? 3. ഈ 3 എന്താ ചെയ്യേണ്ടത്? താഴോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ? 18 ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ 6 എന്ന് കിട്ടും. അടുത്തത് x1 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? x2 അറിയത്തില്ല. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x2 ഈസ് ഈക്വൽ ടു x1നോട് ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? d അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ x1നോട് ഒരു പ്രാവശ്യം d കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത് നോക്കിക്കേ. x1 24 ആണ്. 24 പ്ലസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? x2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നത്? x2 എന്ന് പറയുന്നത് 30 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്തത് x3 അല്ലേ? x3 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? x2 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനോട് എന്ത് ചെയ്താൽ മതി? ഒരു d അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ x2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 30 ആണ്. 30 പ്ലസ് എന്ത് ചെയ്യണം? 6 കൂട്ടണം കേട്ടോ. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 36. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞേ. 24 വരും. ദെൻ നെക്സ്റ്റ് അടുത്ത് എത്ര വരുന്നത്? 30 വരും, 36 വരും. ലാസ്റ്റ് വൺ എത്രയാണ്? 42 ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 6 കൂട്ടി പോകുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട്സ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് മിസ് ഇതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.